ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ കേട്ടോ. ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്ന, ഒരു ചെറിയ ഡെസേർട്ട്, ഫ്രൈഡ് ഐസ്ക്രീം. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ആകെ നല്ല കോൾഡ് ക്രീമി ആയിട്ടൊരു ഫ്രൈഡ് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ലെഗ് സ്റ്റോപ്പ് ഡയറീസ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വാനിലയും സ്ട്രോബെറിയും ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഐസ്ക്രീം ഇങ്ങനെ ഓരോ സ്കൂപ്പ് പോലെ എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കി നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കുക, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ്. നല്ലതായിട്ട് ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിലാക്കി മാറ്റി വെക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് ഐസ്ക്രീം എടുക്കുന്നെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ എടുത്തിരിക്കുന്ന ഓരോ സ്കൂപ്പ് ഉണ്ടല്ലോ, ഇനി അതിനെ നമുക്ക് നന്നായിട്ട് കോട്ടിങ് ചെയ്യണം. നമ്മളിത് എടുത്തിരിക്കുന്നത് മൈദ വെച്ചിട്ടാണ് കോട്ടിങ് ചെയ്ത് കുറച്ചെണ്ണത് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കോട്ടിങ്ങിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇനിയാണ് മെയിൻ സംഭവം വേണ്ടത്, ക്രഷ്ഡ് ആയിട്ടുള്ള കോൺഫ്ലെക്സ്. അത് കോൺഫ്ലെക്സിൽ നല്ലപോലെ റോൾ ചെയ്തിട്ട് കോട്ടിങ് എല്ലായിടത്തും നന്നായിട്ട് കവർ ചെയ്ത പോലെ ആക്കിക്കൊണ്ട് വരണം. എന്നാലേ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. നന്നായിട്ട് അതിനെ കവർ ചെയ്തെടുക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കി, അതും എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നി കിട്ടുന്നത് കോൺഫ്ലെക്സ് കൊണ്ട് എടുക്കുമ്പോഴാട്ടോ. നോക്കിക്കേ, നമ്മൾ എത്രത്തോളം അതിനെ കവർ ചെയ്യുന്നു അത്രത്തോളം അത് ക്രിസ്പി ആയിട്ട് വരും. ഇതൊക്കെ നല്ല സ്പീഡിൽ ചെയ്യണം, കാരണം ഐസ്ക്രീം തന്നെ മെൽറ്റ് ആയി പോകും. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് എടുക്കണം. ഫ്രീസറിലാണ് വെക്കണ്ടേ, നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. നമ്മുടെ വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഒക്കെ നന്നായി ഫ്രീസായി. ഇനി നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇവയെ ഓരോന്നും വളരെ ശ്രദ്ധിച്ച് അതിനകത്ത് ഇട്ടിട്ട്, ഇത് നേരെ ഒന്നും വെക്കണ്ട. നമ്മുടെ ഇട്ടിരിക്കുന്ന കോൺഫ്ലെക്സിൻ്റെ അപ്പുറത്തെ കോട്ടിംഗ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓയിൽ അതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനകത്ത് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് സോസ് മിക്സ് ചെയ്ത് വേണം കഴിക്കാം. സ്പ്രിങ്കിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. എന്തെങ്കിലും നട്ട്സ് ഒക്കെ അതിനകത്തൊക്കെ ഗാർണിഷ് ചെയ്ത് കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് കുറച്ച് ക്രീമൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ചെറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തു. എന്തായാലും ആദ്യം ഭയങ്കര വെയിറ്റിങ്ങിലാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ആട്ടോ. ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരു ഇച്ചിരി പ്രോസസ്സ് കൂടുതലുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്നതേ ഉള്ളൂ. അത്ര വലിയ പ്രോസസ്സൊന്നുമില്ല, വളരെ എളുപ്പം ഉണ്ടാക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഐസ്ക്രീം നന്നായിട്ട് ഫ്രോസൺ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എണ്ണയിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കിക്ക്, പുറത്തെ നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ടുള്ള ഒരു കോട്ടിങ്, അകം നല്ല തണുത്ത് ക്രീമി ടെക്സ്ചറിലിരിക്കുകയാണ്. പുറത്ത് ഒരു ചൂടും കാര്യങ്ങളും ആണെങ്കിലും അകത്ത് കോൾഡൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ കഴിക്കാൻ. നമ്മൾ സാധാരണ ഐസ്ക്രീം കഴിക്കുന്ന ഒരു എന്താ പറയുന്ന ആ ഒരു ഇതല്ല, ഇച്ചിരി ക്രിസ്പി ആയിട്ട് കടിച്ച് ക്രീമി ആയിട്ടൊക്കെ ഇങ്ങനെ മിക്സായിട്ട് കഴിക്കുന്നൊരു ടേസ്റ്റാണ്. ഒരിക്കൽ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ ശരിക്കും തോന്നും കേട്ടോ. നല്ല രസം കഴിക്കാൻ, നല്ല ടേസ്റ്റ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല പെർഫെക്റ്റ് ചോയ്സ് ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ടേക്ക് കെയർ. ബൈ ബൈ.